വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ഇപ്പോൾ ലീഗൽ ഡെസ്കിൽ നിന്ന് ഷപ്ന ചേരുകയാണ്. ഷപ്ന, കേന്ദ്രത്തിന് വലിയ വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് വായ്പ എഴുതിത്തള്ളാത്ത വിഷയത്തിൽ. ഇതിൽ കേന്ദ്രം പറയുന്ന ന്യായീകരണങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് കേന്ദ്ര സർക്കാരിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്? ലക്ഷ്മി, മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട അതിനുശേഷം അവിടെയുള്ള ആളുകളുടെ ബാങ്ക് വായ്പ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ വലിയ വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെ വലിയ വിമർശനം ഹൈക്കോടതി ഉയർത്തിയിരുന്നു. കാരണം ഈ വായ്പ എഴുതിത്തള്ളാൻ പറ്റില്ല എന്ന നിലപാടിലായിരുന്നു കേന്ദ്ര സർക്കാർ ഉള്ളത്. കേന്ദ്ര സർക്കാർ ഈ കഴിഞ്ഞ ദിവസം ഇത് രേഖാമൂലം കോടതിയെ അറിയിക്കുകയും ചെയ്തു. തുടർന്നാണ് ഇന്നിപ്പോൾ ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാർ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് കൂടുതൽ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. ദുരിതബാധിതരുടെ ബാങ്ക് വായ്പ എഴുതിത്തള്ളാനാകില്ല എന്ന കേന്ദ്ര സർക്കാർ നയം തിരുത്തണം എന്നാണ് കോടതി പറയുന്നത്. വായ്പ എഴുതിത്തള്ളുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എന്താണ് എന്ന് കോടതി ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ തീരുമാനമെടുക്കാനാവില്ല എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. നിയമപരമായി അധികാരമില്ലെന്ന് പറയാനാവില്ല എന്നാണ് കേന്ദ്രത്തോട് ഹൈക്കോടതി പറയുന്നത്. എങ്ങനെയാണ് നിയമത്തെ മനസ്സിലാക്കുന്നത് എന്നാണ് കോടതി ചോദിക്കുന്നത്. കേന്ദ്ര സർക്കാരിന് ഭരണഘടനാപരമായി വിവേചനാധികാരമുണ്ട്. ഭരണഘടനയുടെ